ഈത്തപ്പഴത്തെയും ഈത്തപ്പനയെയും ധാരാളമായി ഖുർആൻ പറയുന്നുണ്ട് പലയിടങ്ങളിൽ, ഹദീസിലും കാണാം. അത്രമേൽ സഹീഹായ വളരെ ഫലപ്രദമായ ഒരു ഹദീസ് അല്ലെങ്കിൽ പോലും അഭിമായ നിബിധങ്ങൾ പറഞ്ഞൊരു വാക്യത്തിൽ ഈത്തപ്പനയെ നിങ്ങൾ ആദരിക്കണം എന്ന് പോലും കാണണം. അക്രിമു അമ്മത്തുക്കും മുന്നഹ്ല, അമ്മത്തക്കും അമ്മായി എന്നാണ് പറയുന്നത് ഈത്തപ്പഴത്തെ കുറിച്ച്. അക്രിമു നിങ്ങൾ ആദരിക്കണം അമ്മത്തക്കും നിങ്ങളുടെ അമ്മായിനെ, അതായത് നഹ്ല ഈത്തപ്പനെ. എന്തുകൊണ്ട് അമ്മായി എന്ന് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടത് മിൻ ബഖിയ്യത്തി അബീക്കും ആദം അലൈഹിസ്സലാം, നിങ്ങളുടെ പ്രിയപ്പെട്ട പിതാവാവുന്ന ആദം നബിയെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണിൽ നിന്ന് ബാക്കിയുള്ളത് കൊണ്ടാണ് ഈത്തപ്പനയെ സൃഷ്ടിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പിതാവിന്റെ സഹോദരിയായി, അതുകൊണ്ടാണ് അമ്മത്തക്കും എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ചോദിക്കുന്നുണ്ടല്ലോ എല്ലാ ഭാഗവും ഉപകാരപ്രദമായ ഒരു മരത്തെ കുറിച്ച് പറയുമെന്ന്. മഹാൻ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹുവിനൊക്കെ അറിയായിരുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു, ദീർഘമായൊരു ഹദീസാണ്. എല്ലാ ഭാഗവും ഉപകാരപ്രദം. ഈത്തപ്പനയുടെ കുരു എന്താ ചെയ്യാന്നൊക്കെ ഉള്ളൊരു ചർച്ച ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ അത് പൊടിച്ച കാപ്പി പോലുള്ള സാധനം കേരളത്തിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. കൊളസ്ട്രോൾ തീരുമല്ലോ അത് പിടിച്ചാൽ. വയറിന്റെ ഈ ഗ്യാസ് സംബന്ധമായ പുണ്ണ് സംബന്ധിയായ പ്രശ്നങ്ങളൊക്കെ മാറും അത്രേ. ശുദ്ധമായ രീതിയിൽ ഈത്തപ്പനയുടെ കുരു വറുത്തിട്ട് അത് പൊടിക്കുകയാണ്, വേറൊന്നും അതിൽ ചേരണില്ല. അതുകൊണ്ട് തന്നെ കാപ്പി ചായ പോലത്തേത് കൊണ്ടുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അതുകൊണ്ടുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ നിന്നും മാറാൻ കാപ്പിയുടെ അതേ ടേസ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും വിധം ഈത്തപ്പനയുടെ കുരു ലോകവ്യാപകമായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിന് വളരെയേറെ ഉപകാരപ്രദം എന്നാണ് പറയുന്നത്. സൂചിപ്പിച്ചല്ല ഞാൻ, ഈ കൊളസ്ട്രോൾ പോലത്തതിന് നല്ല ഫലമാണ്. അതേപ്രകാരം തന്നെ വയറ് സംബന്ധിയായ ഉദരസംബന്ധിയായ പ്രശ്നങ്ങൾക്കൊക്കെ അത് നല്ല ഫലമാണ്. കാപ്പിയും ചായയും ഒഴിവാക്കി അതിലേക്ക് മാറിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഷുഗർ ഇല്ലാതെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത്രമേൽ ഗുണമുണ്ട് എന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. ഒരു പോയിന്റ് പോലും കളയാനില്ലാത്ത എല്ലാം ഉപകരിക്കുന്ന ഒരു മരത്തിന്റെ പേര്. അപ്പം നമ്മുടെ പുളിങ്ങയുടെ കാര്യമൊക്കെ എടുത്താൽ അതിൻ്റെ കുരു കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ, പക്ഷെ അതിൻ്റെ തോട് കളയണം നമ്മൾ. ഈത്തപ്പനക്കുരുവിന് അങ്ങനത്തെ ഒരു സംഭവം കൂടി ഇല്ല. പലപ്പോഴും ജീവിതത്തിന്റെ നിസ്സാരതകളെ കുറിച്ച് പറയാൻ ഹദീസിലൊക്കെ ഖുർആനിൽ തന്നെയും ഈ ഈത്തപ്പനക്കുരുവിന്റെ ആ മുള വരുന്ന ചെറിയ ഗ്യാപ്പിന്റെ ഉള്ളിൽ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഒരു ചെറിയ നൂല് കാണും. ആ നൂലിനെ പറയലുണ്ട്. അത്ര നിസ്സാരം.